ബിസിനസ് ആൻഡ് പ്രൊഫഷണൽ എത്തിക്സ് എന്ന സബ്ജക്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ ഒന്നാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് ഹ്യൂമൻ വാല്യൂസ് ആണ്. ഓക്കെ, നമ്മുടെ സബ്ജക്റ്റിൻ്റെ പേര് ബിസിനസ് ആൻഡ് പ്രൊഫഷണൽ എത്തിക്സ് എന്നാണെങ്കിലും ഈ ബിസിനസ്സിലാണെങ്കിലും പ്രൊഫഷണൽ എന്ന രീതിയിലാണെങ്കിലും എത്തിക്സ് കാണിക്കേണ്ടത് ആരാണ്? ബിസിനസ്സിനകത്ത് എത്തിക്സ് ഉണ്ടാവണം, ഒരു പ്രൊഫഷണൽ എന്ന രീതിയിൽ നമുക്ക് എത്തിക്സ് പാലിക്കണമെന്നൊക്കെയാണ് സബ്ജക്റ്റിൻ്റെ പേര്. ഇപ്പോൾ ജസ്റ്റ് ഈ പേരിൻ്റെ അർത്ഥം പറഞ്ഞാൽ ബിസിനസ്സിലും പ്രൊഫഷണലിലും എത്തിക്സ് പാലിച്ചിരിക്കണം. അതെന്തൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങളെന്നാണ് പഠിക്കേണ്ടത്. ഓക്കെ, പക്ഷേ എൻ്റെ ചോദ്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ സബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് ഹ്യൂമൻ വാല്യൂസ് ആണ്. എന്തുകൊണ്ടാണ് ഒന്നാമത്തെ മൊഡ്യൂളായിട്ട് ഹ്യൂമൻ വാല്യൂസ് വെച്ചിരിക്കുന്നത്? എടോ, ഈ ബിസിനസ് ആയാലും പ്രൊഫഷൻ ആണെങ്കിലും ഇവിടെ എത്തിക്സ് പാലിക്കേണ്ടത് മനുഷ്യർ തന്നെയാണ്. അല്ലാതെ ബിസിനസ് എന്ന് പറയുന്നത് ജീവനുള്ളൊരു വ്യക്തിയൊന്നും അല്ലല്ലോ. ബിസിനസ്സിനകത്തുള്ള എംപ്ലോയീസും ഒരു പ്രൊഫഷണൽ എന്ന രീതിയിൽ മനുഷ്യർ തന്നെയാണ് ഈ എത്തിക്സ് കാണിക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് ആസ് എ ഹ്യൂമൻ ബീയിങ്, ഞാനും നിങ്ങളും അടങ്ങുന്ന ഹ്യൂമൻ ബീയിങ്സിൻ്റെ പ്രധാനപ്പെട്ട വാല്യൂസ്. അപ്പോൾ ഒന്നാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് ബിസിനസ്സിനെ പറ്റിയോ പ്രൊഫഷനെ പറ്റിയോ അല്ല പറയുന്നത്. കാര്യം ബിസിനസ് ആണെങ്കിലും പ്രൊഫഷൻ ആണെങ്കിലും അവിടെ മര്യാദ പാലിക്കേണ്ടത്, അവിടെ കൃത്യമായിട്ട് ഇൻറ്റഗ്രിറ്റി കാണിക്കേണ്ടത്, എത്തിക്സ് കാണിക്കേണ്ടത് മനുഷ്യരാണ്. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളായിട്ട് നിങ്ങളുടെ യൂണിവേഴ്സിറ്റി സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത് നമുക്ക് കുറച്ച് ഹ്യൂമൻ വാല്യൂസ് പഠിക്കാം. ഇത് പ്യുവർ സൈക്കോളജിയാണ്. മനുഷ്യർക്കുണ്ടായിരിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട വാല്യൂസ്, ഞാനും നിങ്ങളും അടങ്ങുന്ന ഹ്യൂമൻ ബീയിങ്സിന് കൃത്യമായിട്ടുണ്ടായിരിക്കേണ്ടുന്ന വാല്യൂസ് എന്തൊക്കെയാണ്, അത് മനസ്സിലാണെങ്കിൽ മാത്രമേ ആ മനുഷ്യർ, ഞാനും നിങ്ങളുമാണല്ലോ പോയി ബിസിനസ് ചെയ്യുന്നത്, ഞാനും നിങ്ങളുമാണല്ലോ നാളെ കാലത്ത് പ്രൊഫഷണലാകുന്നത്. അപ്പോൾ ഈ ലോകത്തുള്ള മനുഷ്യരാണല്ലോ ബിസിനസ് ആയാലും പ്രൊഫഷണലായാലും ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ സബ്ജക്റ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഹ്യൂമൻ ബീയിങ്സിൻ്റെ, സാധാരണക്കാരായ ഈ ലോകത്തുള്ള മനുഷ്യരുടെ എത്തിക്സും വാല്യൂസുമാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അവരാണ് പിന്നീട് ബിസിനസ്സിലേക്ക് ചെന്നിട്ട് ബിസിനസ്സിനകത്ത് എത്തിക്സ് ഉണ്ടോ എന്ന് തീരുമാനിക്കുന്നത്. ഇപ്പോൾ യാതൊരു എത്തിക്സും ഇല്ലാത്തൊരു മനുഷ്യൻ ബിസിനസ് നടത്തിയാൽ ആ ബിസിനസ്സിനും എത്തിക്സ് ഉണ്ടാവില്ല. അത് ബിസിനസ്സിൻ്റെ കുറ്റമല്ല, ആ മനുഷ്യൻ്റെ കുറ്റമാണ്. ഇപ്പോൾ ഒരു എത്തിക്സും ഇല്ലാത്ത ഒരാളൊരു ഹോട്ടൽ നടത്തുവാണ്, അയാൾക്ക് എത്തിക്സേ ഇല്ല. ആസ് എ ഹ്യൂമൻ ബീയിങ് പുള്ളിക്ക് യാതൊരു എത്തിക്സും ഇല്ല എന്നുണ്ടെങ്കിൽ പുള്ളി നടത്തുന്ന ഹോട്ടലിൽ നിന്ന് പഴകിയ ഭക്ഷണങ്ങളൊക്കെ പിടിക്കും. കാര്യം ആ ഹ്യൂമൻ ബീയിങ്, അതിൻ്റെ ഓണർ, ആ മനുഷ്യന് യാതൊരു എത്തിക്സോ വാല്യൂ ഇല്ല എന്നുണ്ടെങ്കിൽ ആ ബിസിനസ്സിനും എത്തിക്സ് കാണില്ല. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടുന്നത് ഹ്യൂമൻ വാല്യൂസ് ആണ്, മനുഷ്യരെ പറ്റിയാണ് ഈ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ മൊഡ്യൂൾ 1 എന്ന് പറയുന്നത് മോർ ഓർ ലെസ് ഒരു സൈക്കോളജി പോലെയാണ്. നമ്മൾ മനുഷ്യർക്കുണ്ടായിരിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട വാല്യൂസിനെ പറ്റിയാണ് പറയുന്നത്. അതിൽ തന്നെ ഫസ്റ്റ് യൂണിറ്റ്, നമ്മുടെ ഈ മൊഡ്യൂൾസ് എല്ലാം യൂണിറ്റ് തിരിച്ചിട്ടാണ്. അതിൻ്റെ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് മോറൽസ്, വാല്യൂസ്, എത്തിക്സ്, ഇൻറ്റഗ്രിറ്റി ആൻഡ് അക്കാഡമിക് ഇൻറ്റഗ്രിറ്റി. ഈ കാര്യങ്ങളൊക്കെയാണ് ഫസ്റ്റ് യൂണിറ്റിൽ വരുന്നത്. ഓക്കെ, സോ ഈ ഒരു സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ കാണുന്ന നോട്ട്സ് എന്ന് പറയുന്നത് നമ്മുടെ തന്നെ PDF ആണ്. അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അപ്പോൾ നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന ടെക്സ്റ്റാണ്. ഓക്കെ, സോ ഈ ഒരു കാര്യങ്ങൾ, നിങ്ങൾ ഈ കാണുന്ന നോട്ട്സ് എല്ലാം തന്നെ നമ്മുടെ കയ്യിലുണ്ട്. ഞാനിവിടെ ഈ ക്ലാസ്സിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അതല്ലെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്താലും ഞാൻ ആ PDF അയച്ചു തരാം. ഓക്കെ, എന്തായാലും നമ്മൾ ഒന്നാമത്തെ മൊഡ്യൂളിൻ്റെ ഒന്നാമത്തെ യൂണിറ്റിലേക്ക് പോവുകയാണ്. ഒരു ഇൻട്രൊഡക്ഷൻ പോലെ ഞാൻ പറഞ്ഞത് മനസ്സിൽ വെച്ചേക്കുക. ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ഹ്യൂമൻ ബീയിങ്സിനെ പറ്റിയാണ് പറയുന്നത്. ഇവിടെ ബിസിനസ്സോ പ്രൊഫഷനോ ഒന്നും വരുന്നില്ല, നമ്മൾ സാധാരണ മനുഷ്യരെ പറ്റി പറയുവാണ്. നമുക്കുണ്ടായിരിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ക്വാളിറ്റീസ് എന്ന് പറയുമ്പോൾ മോറൽസ്, വാല്യൂസ്, എത്തിക്സ്, ഈ 3 കാര്യമാണ് ആദ്യം പറയുന്നത്. മോറൽസ്, വാല്യൂസ് ആൻഡ് എത്തിക്സ്. എന്താണ് ഈ മോറൽസ് എന്ന് ചോദിച്ചാൽ നമ്മുടെ ബിഹേവിയറാണ്. ഒരാൾ ഒരു സിറ്റുവേഷനിൽ എങ്ങനെ ബിഹേവ് ചെയ്യണം അതിനെ സംബന്ധിക്കുന്ന റൂൾസിനെയാണ് നമ്മൾ മോറൽസ് എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞാൽ ജീവിതത്തിൽ എന്താണ് ശരി എന്താണ് തെറ്റെന്ന് തിരിച്ചറിയാനുള്ളൊരു കഴിവ്. ഞാൻ ചെയ്യുന്ന ഒരു കാര്യം ശരിയാണോ, ഞാൻ ചെയ്യുന്ന ഒരു കാര്യം തെറ്റാണോ, ഇങ്ങനാണോ ഞാൻ പെരുമാറേണ്ടത്, ഈ ഒരു തിരിച്ചറിവിനെയാണ് നമ്മൾ മോറൽസ് എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് സത്യം പറയുക എന്ന് പറയുന്ന ഒരു നല്ല മോറലാണ്. ടെല്ലിങ് ദ ട്രൂത്ത് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് മോറലാണ്. പക്ഷേ ചീറ്റിംഗ്, ചതിക്കുക എന്ന് പറയുന്നത് ഒരു തെറ്റായ രീതിയാണ്. അപ്പോൾ അത് നമുക്ക് തിരിച്ചറിയാനുള്ള കഴിവുണ്ടാവണം. ഞാൻ എപ്പോഴും സത്യം പറയണം, അതൊരു ഗുഡ് മോറലാണ്. ഞാൻ ഒരു കാരണവശാലും ആരെയും ചതിക്കരുത്, അതൊരു ബാഡ് മോറലായിട്ട് മാറും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ വാട്ട് ഈസ് റൈറ്റ് ആൻഡ് വാട്ട് ഈസ് റോങ്, ഇത് തിരിച്ചറിയാനുള്ളൊരു കഴിവിനെയാണ് നമ്മൾ മോറൽസ് എന്ന് പറയുന്നത്. നമ്മൾ ഈ ചെയ്യുന്നത് ശരിയാണോ, നമ്മൾ ഈ ചെയ്യുന്നത് തെറ്റാണോ, അത് തിരിച്ചറിഞ്ഞിട്ട് ശരി മാത്രം ചെയ്യുക എന്നതാണ് മോറൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി വാല്യൂസ് എന്താണെന്ന് ചോദിച്ചാൽ, വാല്യൂസ് എന്ന് പറയുന്നത് നമുക്ക് ഇൻഹറൻ്റായിട്ട്, ഒരു മനുഷ്യന് ഇൻഹറൻ്റായിട്ട് വേണ്ടുന്ന പോസിറ്റീവ് ആസ്പെക്റ്റാണ്. ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറേ പോസിറ്റീവ് ആസ്പെക്റ്റുകളെയാണ് വാല്യൂസ് എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഓണസ്റ്റി, റെസ്പെക്റ്റ്, കൈൻഡ്നസ്, ഫെയർനെസ് തുടങ്ങിയവയെല്ലാം നമ്മുടെ ജീവിതത്തിൽ വേണ്ടുന്ന വാല്യൂസാണ്. നമ്മൾ സത്യസന്ധരായിരിക്കണം, നമുക്ക് ഹോണസ്റ്റി ഉണ്ടാവണം,
നമുക്ക് മറ്റുള്ളവരെ ബഹുമാനിക്കാൻ പഠിക്കണം, ദയാശീലം ഉണ്ടായിരിക്കണം, കാരുണ്യം ഉണ്ടായിരിക്കണം, സ്നേഹിക്കാൻ പഠിക്കണം, എല്ലാവരെയും ഒരുപോലെ കാണണം. ഫെയർനെസ് എന്ന് പറഞ്ഞാൽ സൗന്ദര്യമൊന്നുമല്ല. ഫെയർനെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ മനുഷ്യരെയും ഒരുപോലെ കാണുക, നമ്മൾ ഡിസ്ക്രിമിനേഷൻ ഒന്നും കാണിക്കരുത്, തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മുടെ വാല്യൂസാണ്. അപ്പോൾ ശരിക്കും ഈ വാല്യൂസാണ് മോറൽസിലേക്ക് മാറുന്നത്. ഇപ്പോൾ എനിക്ക് ഹോണസ്റ്റി ഉണ്ടെങ്കിൽ, ഞാനൊരു സത്യസന്ധനാണെങ്കിൽ ഞാൻ സത്യം മാത്രമേ പറയൂ. അപ്പോൾ എൻ്റെ ഉള്ളിൽ വേണ്ടുന്ന വാല്യൂസ് എന്ന് പറയുന്നത് ഓണസ്റ്റി ഉണ്ടാവണം, മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യണം, കൈൻഡ്നെസ് വേണം, ഫെയർനെസ് എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ഒരുപോലെ കാണണം, ഡിസ്ക്രിമിനേഷൻ ഒന്നും പാടില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് വാല്യൂസ് എന്ന് പറയുന്നത്. ഈ വാല്യൂസ് അനുസരിച്ച് ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ എന്താണ് ശരി എന്താണ് തെറ്റെന്ന് തിരിച്ചറിഞ്ഞ് അതനുസരിച്ച് പെരുമാറാനുള്ള കഴിവിനെയാണ് നമ്മൾ ഈ മോറൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിൽ നിന്ന് മാറിയിരിക്കുന്ന മറ്റൊരു കാര്യമാണ് എത്തിക്സ്. എത്തിക്സ് എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് ഗൈഡ് ലൈൻസ് ആണ്. ചില സിറ്റുവേഷൻസിൽ, ചില പർട്ടിക്കുലർ സിറ്റുവേഷൻസിൽ നമുക്ക് എന്തൊക്കെ പറയാം, എന്തൊക്കെ പറയരുത്, എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്യരുത്, ആ റൂൾസ് ആൻഡ് ഗൈഡ് ലൈൻസിനെയാണ് നമ്മൾ എത്തിക്സ് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു വക്കീൽ, ഇവരൊന്നും ഒരിക്കലും ഇവരുടെ ക്ലയൻറ്റിൻ്റെ ഡീറ്റെയിൽസ് യാതൊരാളോടും പറയാൻ പാടില്ല. ഇപ്പോൾ ഒരു ഡോക്ടറെ സംബന്ധിച്ച് നമ്മളിപ്പോൾ ആ രോഗിയെ സംബന്ധിക്കുന്ന ഒരു വിവരവും ഡോക്ടർ പുറത്ത് പറയത്തില്ല. അത് എത്തിക്സിൻ്റെ ഭാഗമാണ്. ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ ഞാൻ ആ രോഗിയെ പറ്റി പറയാൻ പാടില്ല. ഇനി മറ്റൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ നിങ്ങളിപ്പോൾ നാളെ ജോലി കിട്ടിയിട്ട് ഇപ്പോൾ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ, ഒരു കമ്പനിയുടെ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റ് ജോലി ചെയ്യുവാണ്. ശ്രദ്ധിച്ച് കേട്ടോണേ, ഒരു കമ്പനിയുടെ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റ്. ഈ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റ് ജോലി ചെയ്യുമ്പോൾ മിക്കവാറും നിങ്ങൾക്ക് ആ കമ്പനിയിലെ എല്ലാവരുടെയും സാലറി ചിലപ്പോൾ കാണാൻ പറ്റും. കാര്യം നിങ്ങളുടെ കയ്യിലാണല്ലോ പേറോൾ ഇരിക്കുന്നത്. അപ്പോൾ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റ് ജോലി ചെയ്യുന്ന നിങ്ങൾക്ക് ചിലപ്പോൾ ആ കമ്പനിയിലെ എല്ലാവരുടെയും സാലറി അറിയാൻ പറ്റും. ഓക്കെ, പക്ഷേ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, ഇപ്പോൾ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, അഡ്മിൻ ഡിപ്പാർട്ട്മെൻറ്റ്, HR ഡിപ്പാർട്ട്മെൻറ്റ്, ഇവിടുത്തെ എംപ്ലോയീസിനൊന്നും മറ്റ് എംപ്ലോയീസിൻ്റെ സാലറി അറിയാൻ പറ്റണമെന്നില്ല. അപ്പോൾ അത് നിങ്ങൾക്കറിയാൻ പറ്റും അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റ്. ഓക്കെ, സോ നിങ്ങളുടെ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു ഫ്രണ്ട് വന്നിട്ട് ചോദിക്കുവാണ്, എടാ മിസ്റ്റർ എക്സിൻ്റെ സാലറി ഒന്ന് പറഞ്ഞു തരുമോ? ഇപ്പോൾ ശ്രദ്ധിച്ച് കേട്ടോ, നിങ്ങൾ വർക്ക് ചെയ്യുന്നത് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ കമ്പനിയിലെ എല്ലാവരുടെയും സാലറി ചിലപ്പോൾ കാണാൻ പറ്റും. പക്ഷേ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് വർക്ക് ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ടിന് അതങ്ങനെ അറിയാൻ പറ്റണമെന്നില്ല. അപ്പോൾ പുള്ളിക്ക് മിസ്റ്റർ എക്സിൻ്റെ സാലറി ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം. അപ്പോൾ നിങ്ങളോട് വന്ന് ചോദിക്കുവാണ്, എടാ മിസ്റ്റർ എക്സിൻ്റെ സാലറി ഒന്ന് പറഞ്ഞു തരുമോ? നിങ്ങൾ അവിടെ സത്യസന്ധത കാണിക്കരുത്. അയ്യോ അമ്മ പറഞ്ഞിട്ടുണ്ട് എപ്പോഴും സത്യം പറയണമെന്ന്, എൻ്റെ വാല്യൂ ഓണസ്റ്റിയാണ്. അങ്ങനല്ല, അവിടെ നിങ്ങൾ നോക്കേണ്ടത് ആ റൂൾസ് ആൻഡ് ഗൈഡ് ലൈൻസ് ആണ്. അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റ് ജോലി ചെയ്യുന്ന ഞാൻ എൻ്റെ സ്ഥാപനത്തിലെ മറ്റൊരു എംപ്ലോയിയുടെ സാലറി ഒരാളോട് പറയുന്നത് ശരിയാണോ? ശരിയല്ല. ഇറ്റ് ഈസ് എഗെയിൻസ്റ്റ് എത്തിക്സ് ആണ്. അവിടെ സത്യസന്ധത കാണിക്കുന്നതിലല്ല മര്യാദ. അവിടെ നോക്കേണ്ടുന്നത് ഇപ്പോൾ ഞാൻ പാലിക്കേണ്ട റൂൾസ് ആൻഡ് ഗൈഡ് ലൈൻസ് എന്താണ്? അവനോട് പറയണം, എടാ സാലറി എനിക്ക് വെളിപ്പെടുത്താൻ പറ്റില്ല, ഞാൻ പറഞ്ഞു തരില്ല. അവിടെ നിങ്ങൾ ഒരിക്കലും സത്യസന്ധനല്ല എന്ന് പറയത്തില്ല. ബിക്കോസ് ഇറ്റ് ഈസ് പാർട്ട് ഓഫ് എത്തിക്സ്. അപ്പോൾ എത്തിക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് റൂൾസ് ആൻഡ് ഗൈഡ് ലൈൻസ് ആണ്. ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ നിങ്ങൾ പാലിക്കേണ്ട റൂൾസ് ആൻഡ് ഗൈഡ് ലൈൻസ് ആണ്. അപ്പോൾ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റ് ജോലി ചെയ്യുമ്പോൾ നിങ്ങൾ ഒരിക്കലും ആ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡീറ്റെയിലും ആ ബിസിനസ്സിൽ തന്നെ മറ്റൊരാളോട് ഡിസ്കസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ നിങ്ങളിപ്പോൾ ചോദിക്കും, അപ്പോൾ തൊട്ട് മുമ്പ് സാറ് പറഞ്ഞല്ലോ ഓണസ്റ്റി വേണമെന്ന്. ഹോണസ്റ്റി എന്ന വാല്യൂ വേണം. പക്ഷേ നിങ്ങൾ അവിടെ ഹോണസ്റ്റി കാണിക്കുന്നത് കമ്പനിയോടായിരിക്കണം. ഞാൻ കമ്പനിയോട് സത്യസന്ധത കാണിക്കണം. കാര്യം ഞാൻ ജോലി കിട്ടുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എൻ്റെ മുന്നിലിരിക്കുന്ന ഒരു അക്കൗണ്ട് ഡേറ്റയും ഒരു അക്കൗണ്ടിങ് ഇൻഫർമേഷനും ഞാൻ മറ്റൊരാൾക്കും പറഞ്ഞു കൊടുക്കില്ല എന്ന രീതിയിലാണ് നിങ്ങൾ അവിടെ അപ്പോയിൻമെൻറ്റ് എടുത്തിരിക്കുന്നത്. ഇറ്റ് ഈസ് പാർട്ട് ഓഫ് എത്തിക്സ്. മനസ്സിലായി? അപ്പോൾ എത്തിക്സ് എന്ന് പറയുന്നത് റൂൾസ് ആൻഡ് ഗൈഡ് ലൈൻസ് ആണ്. കൃത്യമായിട്ട് നമ്മൾ ഓരോ സിറ്റുവേഷനിലും പാലിക്കേണ്ടതും ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതുമായ കാര്യങ്ങളാണ് എത്തിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഹ്യൂമൻ ബീയിങ് എന്ന നിലയിൽ നമുക്ക് പ്രധാനമായിട്ടും വേണ്ടുന്ന കാര്യങ്ങൾ ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. മോറൽസ്, വാല്യൂസ്, എത്തിക്സ്, ഈ 3 കാര്യവും കൃത്യമായിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഗുഡ് ഹ്യൂമൻ ബീയിങ് ആണെന്ന് പറയാം. ഇപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ ഈ ലോകത്ത് എല്ലാവർക്കും ഇതുണ്ടെന്നൊന്നുമല്ല. ഇപ്പോൾ ഈ ലോകത്തുള്ള എല്ലാവരും സത്യസന്ധരാണ്, എല്ലാവരും എത്തിക്സ് പാലിക്കും, എല്ലാവരും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ലോകം വേറെ രീതിയിൽ പോയേനെ. പക്ഷെ നമ്മളെ സംബന്ധിച്ച് പ്രധാനമായിട്ടും നമുക്ക് വേണ്ടുന്ന 3 കാര്യങ്ങളാണ്. മോറൽസ് ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ ബിഹേവിയർ, എന്താണ് ശരി എന്താണ് തെറ്റെന്ന് തിരിച്ചറിയാനുള്ള കഴിവ്. ആ കഴിവുണ്ടായാൽ മാത്രം പോരാ, നമ്മൾ ശരി തന്നെ ചെയ്യുകയും വേണം. വാല്യൂസ് എന്ന് പറയുന്നത് ഇൻഹെറൻ്റ് ആയിട്ട് കിട്ടേണ്ടതാണ്. നമ്മൾ ജീവിതത്തിൽ നിന്ന് പഠിച്ചെടുക്കേണ്ട കുറേ മൂല്യങ്ങളെന്ന് പറയും. സത്യസന്ധത, ബഹുമാനം, കാരുണ്യം, അതായത് പാർഷ്യാലിറ്റി കാണിക്കാതിരിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് വാല്യൂസ്. എത്തിക്സ് എന്ന് പറയുന്നത് റൂൾസ് ആൻഡ് ഗൈഡ് ലൈൻസ് ആണ്. ഓരോ സിറ്റുവേഷനിലും നമ്മൾ ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതുമായ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അതാണ് ഈ എത്തിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എത്തിക്സിനകത്ത് നിങ്ങൾ ചുമ്മാ സത്യസന്ധത കാണിക്കരുത്.
എൻ്റെ ഫ്രണ്ട് വന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു തരില്ല എന്ന് പറഞ്ഞാൽ മോശമല്ലേ? മോശമൊന്നുമല്ല, പറഞ്ഞു കൊടുക്കരുത്. നിങ്ങളുടെ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് രഹസ്യമായിട്ട് വെക്കാനുള്ളതാണ്. അത് മറ്റാരോടും ഡിസ്കസ് ചെയ്യാൻ പാടില്ല. ഇതെല്ലാം പ്രധാനപ്പെട്ട കാര്യമാവുന്നത് ഇങ്ങനെ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ട്രസ്റ്റ് ഉണ്ടാവൂ. ഈ 3 കാര്യം ഉണ്ടെങ്കിൽ ആസ് എ ഹ്യൂമൻ ബീയിങ് നിങ്ങളോട് മറ്റുള്ളവർക്കൊരു വിശ്വാസവും വരും, നിങ്ങളെ മറ്റുള്ളവർ റെസ്പെക്റ്റ് ചെയ്യും. അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, മറ്റൊരു കോൺസെപ്റ്റാണ് ഇൻറ്റഗ്രിറ്റി. നമ്മൾ ഈ ആർജവം എന്ന് പറയും. ഇൻറ്റഗ്രിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളെ മറ്റൊരാൾ ശ്രദ്ധിച്ചാലും, എന്നെ മറ്റൊരാൾ നോക്കുന്നുണ്ടെങ്കിലും നോക്കുന്നില്ലെങ്കിലും, എന്നെ മറ്റൊരാൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും ശ്രദ്ധിക്കുന്നില്ലെങ്കിലും ഞാൻ നല്ലത് മാത്രമേ ചെയ്യൂ, ഞാൻ റൈറ്റ് തിങ് മാത്രമേ ചെയ്യൂ എന്ന ഒരു ബോധം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻറ്റഗ്രിറ്റി ഉണ്ട്. കുറച്ച് വ്യക്തമായിട്ട് പറഞ്ഞുതരാം. പരീക്ഷാ ഹാളിൽ നിങ്ങളെ ടീച്ചർ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ, അപ്പോൾ നിങ്ങൾ കോപ്പി അടിക്കത്തില്ല. പക്ഷേ ടീച്ചർ ഒന്ന് തിരിയുമ്പോൾ നിങ്ങൾ കോപ്പി അടിക്കുന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ ഇൻറ്റഗ്രിറ്റി ഇല്ല. ആ എക്സാം ഹാളിൽ നിങ്ങൾ കാണിക്കുന്നത് ഒരു മോശം ഇൻറ്റഗ്രിറ്റിയാണ്. മറ്റൊരു എക്സാമ്പിൾ പറയാം. നിങ്ങൾ വഴി കൂടെ നടന്നു പോവുകയാണ്. ഓക്കെ, നടന്നു പോകുമ്പോഴത്തേക്ക് വഴി കിടന്ന് കുറച്ച് കാശ് കിട്ടി, നടക്കുന്ന ഒരു 100 രൂപ. ആരും ആ പരിസരത്തേ ഇല്ല, ആ പരിസരത്ത് ആരുമില്ല. ഓക്കെ, ആ സമയത്ത് നിങ്ങൾ ആ 100 രൂപ ഈ പറയുന്ന എടുത്ത് അങ്ങ് ചിലവാക്കുമെന്ന് വിചാരിക്കുക. ആരും കണ്ടിട്ടില്ല. അങ്ങനാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഇൻറ്റഗ്രിറ്റി ഇല്ലെന്നാണ്. അതായത് എല്ലാവരും നോക്കി നിൽക്കേ നിങ്ങൾ എങ്ങനെയാണോ പെരുമാറുന്നത് അതുപോലെ തന്നെയാണ് ആരും ശ്രദ്ധിക്കാത്തപ്പോഴും നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അതാണ് ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ പൊതുവേ പറയാറുണ്ട് ഒരു ഹ്യൂമൻ ബീയിങ്ങിൻ്റെ എക്സാക്റ്റ് നേച്ചർ, ഒരു ഹ്യൂമൻ ബീയിങ്ങിൻ്റെ കറക്റ്റ് നേച്ചർ എന്ന് പറയുന്നത് അവനെ ആരും ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ, നമ്മളെ ഇപ്പോൾ ആരും ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ എന്താണോ ഞാൻ, അതാണ് ശരിക്കുള്ള എൻ്റെ ക്യാരക്ടർ എന്ന് പറയാറുണ്ട്. അതാണ് ഇൻറ്റഗ്രിറ്റി. ഒരു ആർജവം എന്ന് പറയുള്ളൂ. ഞാൻ ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യില്ല. ആസ് എ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് ഞാൻ ഒരേ പേഴ്സണായിട്ട് നിൽക്കണം. മറ്റുള്ളവർ എന്നെ ശ്രദ്ധിച്ചാലും ശ്രദ്ധിച്ചില്ലെങ്കിലും ഞാൻ ഇങ്ങനെ തന്നെ ആയിരിക്കും. ഞാൻ ശരി മാത്രമേ ചെയ്യൂ, ഞാൻ കോപ്പി അടിക്കില്ല. എക്സാം ഹാളിൽ ടീച്ചർ ഇല്ലെങ്കിൽ പോലും ഞാൻ യാതൊരു മാൽ പ്രാക്ടീസും ചെയ്യില്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻറ്റഗ്രിറ്റി ഉണ്ടെന്നാണ് അർത്ഥം. മനസ്സിലാവുന്നുണ്ടോ? ഞാനൊരു വിട്ടുവീഴ്ചയും ചെയ്യില്ല. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ, ഇപ്പം ആരെന്ത് പ്രലോഭനം കൊണ്ടുവന്നാലും ഞാൻ എൻ്റെ ജോലിയിൽ യാതൊരു മാറ്റവും വരുത്തില്ല. മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ അവിടെ വേസ്റ്റ് വലിച്ചെറിയത്തില്ല. മറ്റുള്ളവർ നോക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ ഈ പറയുന്ന കള്ളത്തരങ്ങളൊന്നും കാണിക്കത്തില്ല എന്ന രീതിയിൽ നിൽക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡിനെയാണ് ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്നത്. ആ ഇൻറ്റഗ്രിറ്റിയുടെ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ തെറ്റ് ചെയ്യുന്നു. ഇപ്പം ഞാൻ അറിയാതെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഷർട്ടിലേക്ക് ഒരു ജ്യൂസ് തട്ടിയിടുവാണ്. പക്ഷെ ഞാൻ അവനോട് തന്നെ കറക്റ്റ്, അവൻ കണ്ടിട്ടില്ല. എനിക്ക് വേണമെങ്കിൽ പറയാം ഞാൻ അറിഞ്ഞിട്ടില്ല, ഇതെന്ത് പറ്റിയടാ, അയ്യോടാ ജ്യൂസ് പറ്റിയല്ലോ, ഇത് ആരടാ ഒഴിച്ചേ എന്ന് വേണമെങ്കിൽ പറയാം. അവനും ചിലപ്പോൾ അത് വിശ്വസിക്കും. പക്ഷെ ഞാൻ അങ്ങനെ പറയാതെ, എടാ എൻ്റെ കയ്യിൽ നിന്നൊരു അബദ്ധം പറ്റിയതാണ്, ഒരു അബദ്ധം പറ്റിപ്പോയി എന്നങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇൻറ്റഗ്രിറ്റി ഉണ്ട്. ഓട്ടോമാറ്റിക്കലി എന്നിലൊരു വിശ്വാസവും വരും. മെയിനായിട്ട് ഇതാണ് ഇൻറ്റഗ്രിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആർജവം. ആരെന്ത് സംഭവിച്ചാലും ഞാനായിട്ട് തന്നെ നിൽക്കുമെന്ന്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങൾക്ക് വേണ്ടത്. ആസ് എ സ്റ്റുഡൻറ്റ് നിങ്ങൾക്ക് വേണ്ടിയാണ് അക്കാഡമിക് ഇൻറ്റഗ്രിറ്റി. ഇപ്പം ഞാനീ പറഞ്ഞതെല്ലാം അക്കാഡമിക് ഇൻറ്റഗ്രിറ്റിയാണ്. നമ്മൾ കോപ്പി അടിക്കാൻ പാടില്ല, എക്സാം ഹാളിൽ യാതൊരു മാൽ പ്രാക്ടീസ് നടത്തരുത് തുടങ്ങിയ കാര്യങ്ങൾ. ഒരു സ്റ്റുഡൻ്റ് എന്ന നിലയിൽ എന്നെ ടീച്ചർ ശ്രദ്ധിച്ചാലും ശ്രദ്ധിച്ചില്ലെങ്കിലും, എന്നെ മറ്റുള്ളവർ നോക്കുന്നുണ്ടെങ്കിലും നോക്കുന്നില്ലെങ്കിലും ഞാൻ യാതൊരു തെറ്റും ചെയ്യില്ല, ഒരു ചീറ്റിങ്ങും ഞാൻ നടത്തില്ല. അതാണ് ഈ അക്കാഡമിക് ഇൻറ്റഗ്രിറ്റി. ഞാൻ അഥവാ എവിടെന്നെങ്കിലും ഒരു സപ്പോസ് ഒരു ആർട്ടിക്കിൾ എഴുതുന്ന സമയത്ത്, ഒരു പ്രസൻറ്റേഷൻ നടത്തുന്ന സമയത്ത് ഞാൻ ChatGPT അടിച്ച് മാറ്റിയതാണെങ്കിൽ അത് പറയാനുള്ള മനസ്സ് കാണിക്കുക. ഞാൻ ഈ ഒരു പോർഷൻ ChatGPT എടുത്തതാണ്, കുഴപ്പമുണ്ടോ ടീച്ചറേ? അതല്ലാതെ ChatGPT എടുത്തിട്ട് ഇതെൻ്റെ സ്വന്തമാണെന്ന് പറയുന്നത് ഇൻറ്റഗ്രിറ്റി ഇല്ലായ്മയാണ്. അപ്പോൾ അക്കാഡമിക് ഇൻറ്റഗ്രിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ പഠിത്തത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് മുന്നോട്ട് പോകുന്നതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അക്കാഡമിക് ഇൻറ്റഗ്രിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ വളർന്നു കഴിയുമ്പോൾ നമുക്കത് പ്രൊഫഷണൽ ഇൻറ്റഗ്രിറ്റി ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഒരു ഇൻറ്റഗ്രിറ്റി ഇല്ലാതെ കൃത്യമായിട്ട് ഒന്നും പഠിക്കാതെ എല്ലാം കോപ്പി അടിച്ച് നടന്നു കഴിഞ്ഞാൽ ഒരു പ്രൊഫഷണൽ ഇൻറ്റഗ്രിറ്റി ഉണ്ടാവാൻ സാധ്യത കുറവാണ്. അപ്പോൾ എന്തിനാണ് അക്കാഡമിക് ഇൻറ്റഗ്രിറ്റി ഡെവലപ്പ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പ്രൊഫഷണലായിട്ട് മാറുമ്പോൾ നാളെ കാലത്ത് നമ്മളൊരു ജോലി കിട്ടി ചെല്ലുമ്പോൾ നമുക്കത് കൃത്യമായിട്ട് പാലിക്കാൻ പറ്റും. ഓക്കെ, സോ അതാണ് പ്രധാനപ്പെട്ട കോൺസെപ്റ്റുകളായ മോറൽസ്, വാല്യൂസ്, എത്തിക്സ്, ഇൻറ്റഗ്രിറ്റി ആൻഡ് അക്കാഡമിക് ഇൻറ്റഗ്രിറ്റി. ഓക്കെ, സോ വീണ്ടും പറയുന്നു, ഈ നോട്ട് നിങ്ങളിപ്പോൾ സ്ക്രീൻഷോട്ടൊന്നും എടുക്കേണ്ട കാര്യമില്ല. ഇതിൻ്റെ PDF ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം, ഫുൾ PDF, സബ്ജക്റ്റ് ഫുള്ളായിട്ട്. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റുകളിലേക്ക് വരാം. ഫീച്ചേഴ്സ്. ഈ മോറൽസ്, വാല്യൂസ്, എത്തിക്സ്, ഇൻറ്റഗ്രിറ്റി ഇതെല്ലാം സത്യത്തിൽ ഒരു തിൻ ലൈൻ ഓഫ് ഡിഫറൻസേ ഉള്ളൂ. നമുക്കിതെല്ലാം പോസിറ്റീവായിട്ട് വേണം. പോസിറ്റീവ് മോറൽസ് വേണം, പോസിറ്റീവ് വാല്യൂസ് വേണം, എത്തിക്സ് പാലിച്ചിരിക്കണം, ഇൻറ്റഗ്രിറ്റി ഉണ്ടായിരിക്കണം. ഇതെല്ലാം ജീവിതത്തിൽ ഉണ്ടായിരിക്കണമെന്ന് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ ഇതെല്ലാം തമ്മിൽ പ്രധാന വ്യത്യാസങ്ങൾ എന്ന് പറയാനായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. ഇതെല്ലാം നമ്മുടെ നല്ലതിന് വേണ്ടിയാണ്. മറ്റൊരാൾക്ക് വേണ്ടി അല്ലെങ്കിൽ മറ്റൊരാളെ സഹായിക്കുന്നതിന് വേണ്ടി നമ്മൾ ഇതെല്ലാം ചെയ്തിരിക്കണം. ഓക്കെ,
സോ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് മോറൽസ് ആവാം, വാല്യൂസ് ആവാം, എത്തിക്സ്. അതിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഗൈഡ് അവർ ബിഹേവിയർ ആൻഡ് ടു മേക്ക് എസ് ഗുഡ് ഡിസിഷൻ. നമ്മുടെ ഒരു ഗുഡ് ബിഹേവിയർ ഉണ്ടാവും, അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും. മറ്റൊന്ന്, ഡിഫറെൻറ്റ് കൾച്ചറിൽ ഡിഫറെൻ്റ് ആയിരിക്കും. എല്ലാവർക്കും ഇത് ഒരുപോലെ ആണോ നിർബന്ധമില്ല. ഇപ്പോൾ ഡിഫറെൻറ്റ് കൾച്ചറിൽ ഇപ്പോൾ ഒരു എത്തിക്സിൻ്റെ കേസിൽ തന്നെ ഇപ്പോൾ പ്രൊഫഷണൽ എത്തിക്സുമായിട്ട് ബന്ധപ്പെട്ട് ഓരോ ആൾക്കാരും ഓരോ രീതിയിലായിരിക്കും പെരുമാറുന്നത്. ഓക്കെ, ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ, ഇപ്പോൾ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് എന്തെങ്കിലും ഒരു കാര്യം ഓപ്പറേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞു കൊടുക്കേണ്ടി വന്നാൽ പറഞ്ഞു കൊടുക്കണം. ഇല്ലടാ ഞാൻ പറഞ്ഞു തരത്തില്ല, അങ്ങനെ ഇപ്പോൾ നീ സൂഹിക്കേണ്ട, ഇല്ലടാ ഞാൻ തരത്തില്ല, നീ ജയിക്കേണ്ട എന്നെ അങ്ങനല്ല. എക്സാം ഹാളിൽ പറഞ്ഞു കൊടുക്കരുതെന്നേ ഞാൻ പറഞ്ഞോളൂ. എക്സാം ഹാളിൽ ഇരുന്ന് കോപ്പി അടിക്കരുത്. ക്ലാസ് റൂമിൽ ഡൗട്ട് ചോദിക്കുക സ്റ്റുഡൻറ്റ്, എടാ ഒരു കാര്യം, ഒരു ഡൗട്ട് ഇടാ, ഒന്ന് പറഞ്ഞൊരു, പറ്റത്തില്ല. ഇൻറ്റഗ്രിറ്റി അനുസരിച്ച് നമ്മൾ ആർക്കും പറഞ്ഞു കൊടുക്കാൻ പാടില്ല എന്നല്ല. ഡിഫറൻറ്റ് സിറ്റുവേഷനിൽ ഡിഫറൻ്റ് ആയിട്ട് പെരുമാറിക്കോണം. എക്സാം ഹാളിൽ പറഞ്ഞു കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അവനെ പുറത്ത് വെച്ച് സഹായിക്കാൻ പാടില്ല എന്നല്ല. അതാ പറഞ്ഞത്, നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ക്ലാസ്സിൽ വെച്ച് ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്ത് കൊടുക്കാം. അതൊക്കെ മോറൽസിൻ്റെ ഭാഗം തന്നെയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യാനും ഒരുമിച്ച് വർക്ക് ചെയ്യാനും ഇത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഈ ഒരുമിച്ച് വർക്ക് ചെയ്യുക എന്നാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ചില പിള്ളേർ അല്ലെങ്കിൽ ചില എംപ്ലോയീസ് അവർക്കറിയാവുന്ന കാര്യങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കത്തില്ല. ഒരുമിച്ച് ജോലി ചെയ്ത് പോകാം, എൻ്റെ അറിവിനെ അവനും കൂടെ കൊണ്ടുപോകുമോ എന്നൊരു പേടി വരും. അങ്ങനൊന്നുമില്ല. ഷെയർ ചെയ്താൽ കൂടുന്ന ഒരു കാര്യമാണ് ഈ നോളജ് എന്ന് പറയുന്നത്. ഞാൻ ഒരാൾക്കൊരു കാര്യം പറഞ്ഞു കൊടുക്കുമ്പം അത് എൻ്റെ തലേന്ന് അങ്ങ് നഷ്ടപ്പെടുകയൊന്നുമല്ല, എനിക്ക് എൻ്റെ നോളജ് ഒന്നും കൂടെ ഇരട്ടി ആവത്തതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതൊരു ഗുഡ് ബിഹേവിയറിന് കാരണമാവും, നമുക്ക് ഗുഡ് ഡിസിഷൻസ് എടുക്കാൻ പറ്റും. പോസിറ്റീവ് മോറൽസ് ഉണ്ടെങ്കിൽ ദെൻ എല്ലാ തവണയും ഒരുപോലെ പെരുമാറുന്നതല്ല ഈ വാല്യൂസ് എത്തിക്സ് എന്ന് പറയുന്നത്. എക്സാം ഹാളിൽ നിങ്ങൾ സ്റ്റുഡൻറ്റിൻ്റെ ആൻസർ പറഞ്ഞു കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പുറത്ത് വെച്ചാൽ ഡൗട്ട് ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കാൻ പാടില്ല എന്നല്ല. സിറ്റുവേഷൻ അനുസരിച്ച് ഇത് മാറിക്കൊണ്ടിരിക്കും. മറ്റൊന്ന്, മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യാനും ഒരുമിച്ച് ഇരുന്ന് ജോലി ചെയ്യാനും ഒക്കെ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നൊരു പ്രധാനപ്പെട്ട കാര്യം സ്കോപ്പ്. ഇതെന്ന് പറയുന്നത് പേഴ്സണൽ ടു പ്രൊഫഷണൽ. ഈ പറയുന്ന മോറൽസും വാല്യൂസും എത്തിക്സൊക്കെ ഉണ്ടെങ്കിൽ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല, പ്രൊഫഷണലായിട്ട് നമുക്കിത് പ്രധാനപ്പെട്ട കാര്യമാവും. മറ്റൊന്ന്, സൊസൈറ്റിയിൽ ഹാർമണി എന്ന് പറഞ്ഞാൽ ഒത്തൊരുമ. ഇതൊക്കെ ജീവിതത്തിൽ നടക്കുന്നുണ്ടോ, എല്ലാവർക്കും ഇതുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ്. പക്ഷേ ലോകത്തെല്ലാവരും ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ലോകത്ത് യുദ്ധവും ഉണ്ടാവത്തില്ല, പ്രശ്നവും ഉണ്ടാവത്തില്ല. അതാണ് പ്രധാനപ്പെട്ട സ്കോപ്പ്. ഞാനെന്ന് പറയുന്ന ആൾക്ക് നല്ല മുറയിലുണ്ടെങ്കിൽ, നല്ല വാല്യൂസ് ഉണ്ടെങ്കിൽ എനിക്കത് സൊസൈറ്റിയിലേക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഒത്തൊരുമ ഉണ്ടാക്കാൻ എനിക്ക് പറ്റും എന്ന് നമുക്ക് വിശ്വസിക്കാം. ഓക്കെ, ദെൻ ഒബ്ജക്റ്റീവ്സ്. എന്തിനാണ് നമുക്ക് പോസിറ്റീവ് മോറൽസ്, എന്തിനാണ് നമുക്ക് വാല്യൂസ്, എന്തിനാണ് എത്തിക്സ് എന്ന് ചോദിച്ചാൽ സിംപ്ലി പറഞ്ഞാൽ ഓണസ്റ്റിയും ഫെയർനെസ്സും പ്രൊമോട്ട് ചെയ്യും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ട്രസ്റ്റാണ്. മറ്റുള്ളവർക്ക് നമ്മുടെ മേലൊരു വിശ്വാസമുണ്ടാവും, മറ്റുള്ളവർക്ക് നമ്മുടെ പുറത്തൊരു വിശ്വാസമുണ്ടാവും. ഇപ്പം ഞാൻ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റ് ജോലി ചെയ്യുന്നു, ഞാൻ ഒരു തരത്തിലും എത്തിക്സ് വിട്ട് കളിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ബിസിനസ്സിന് എൻ്റെ പുറത്തൊരു വിശ്വാസമുണ്ടാവും. കൂടുതൽ കോൺഫിഡൻഷ്യൽ ഡേറ്റ എൻ്റെ അടുത്തോട്ട് തരാൻ കാരണമാവും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലാസ്റ്റ്, നല്ലൊരു സൊസൈറ്റിയെ വാർത്തെടുക്കാൻ പറ്റും. അപ്പം നിങ്ങൾ തന്നെ ചിന്തിച്ചാൽ മതി, നമുക്ക് നല്ല മുറയിലുണ്ട്, അതായത് വാട്ട് ഈസ് റോങ് ആൻഡ് വാട്ട് ഈസ് റൈറ്റ് എന്ന് എനിക്കറിയാം, ഞാൻ റൈറ്റ് മാത്രമേ ചെയ്യൂ. ഞാനെന്ന് ഉദ്ദേശിക്കുന്ന ലോകത്തുള്ള എല്ലാവരും. ഓക്കെ, വാല്യൂസ്, ഓണസ്റ്റി ഉണ്ട്, റെസ്പെക്റ്റ് ഉണ്ട്, ഇതെല്ലാം പോസിറ്റീവാണ്. ഈ ലോകത്തുള്ള 700 കോടി ജനങ്ങൾ ഇതേപോലെ ചിന്തിച്ച് പ്രവർത്തിച്ചാൽ ഈ ലോകത്ത് യാതൊരു തരത്തിലും ഒരു അതിർത്തി തർക്കം പോലും ഉണ്ടാവത്തില്ല. പക്ഷെ അങ്ങനെ ഉണ്ടാവുന്നോ ഇല്ലയോ എന്നുള്ളത് പിന്നത്തെ ചോദ്യമാണ്. അപ്പോൾ നമുക്ക് പഠിപ്പിക്കാനല്ലേ പറ്റൂ. അപ്പോൾ ഒരു ടോട്ടൽ സൊസൈറ്റി ബെറ്റർ ആയിട്ട് പോകും. അതാണ് പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഇനി അഡ്വാൻറ്റേജസ്. നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ നമുക്കിതെല്ലാം പോസിറ്റീവ് ആണെങ്കിൽ ഏറ്റവും പ്രധാന കാര്യം എന്ന് പറയുന്നത് ഹാപ്പിനെസ്. ഇതൊക്കെ സ്വപ്നം മാത്രമാണ്. ലോകത്തെല്ലാവരും ഇങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ലോകത്തെല്ലാവരും ഇങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഹാപ്പിനെസ് മാത്രമേ ഉണ്ടാവൂ. ദെൻ ട്രസ്റ്റ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ട്രസ്റ്റാണ്. നമ്മുടെ പുറത്ത് മറ്റുള്ളവർക്ക് ഭയങ്കരമായ വിശ്വാസമുണ്ടാവും. ദെൻ പീസ്. ലോകത്ത് മുഴുവനും സമാധാനമായിരിക്കും. ഇതൊക്കെയാണ് അഡ്വാൻറ്റേജസ്. ദെൻ ഡിസഡ്വാൻറ്റേജ് ഓഫ് ഇതില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ട്രസ്റ്റ്. നമ്മളിലുള്ള വിശ്വാസം ഉണ്ടാവത്തില്ല. ഇപ്പോൾ എക്സാമ്പിളായിട്ട് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റ് ജോലി ചെയ്യുന്ന നിങ്ങളെപ്പറ്റി ഒരു ന്യൂസ് പുറത്ത് പോകുന്നുണ്ട്, നിങ്ങൾ സാലറി മറ്റു പലരോടും പറയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പുറത്ത് കമ്പനിയുടെ വിശ്വാസം നഷ്ടപ്പെടും. നിങ്ങൾക്ക് തരുന്ന ജോലി പിന്നെ വലിയ ജോലികളൊന്നും തരത്തില്ല, ചിലപ്പോൾ നിങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു വിടും. ദെൻ അൺഹാപ്പിനെസ്, അതായത് ഈ ചീറ്റിങ്ങും ലൈങ്ങും, ചതിക്കുക, കള്ളം പറയുക, അങ്ങനെയൊക്കെ പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി പൊതുവേ സൊസൈറ്റിയുടെ ഒരു അൺഹാപ്പിനെസ്സിലോട്ട് പോകും. ദെൻ കോൺഫ്ലിക്റ്റ്. എത്തിക്സ് പാലിച്ചില്ല എന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടൊരു ഫൈറ്റിലോട്ടൊക്കെ പോകും. പ്രധാനമായിട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതുണ്ടോ ഇല്ലയോ എന്നുള്ളത് പിന്നത്തെ ചോദ്യം. ആസ് എ ഹ്യൂമൻ ബീയിങ് നമുക്ക് ഇതൊക്കെയാണ് ഉണ്ടായിരിക്കേണ്ടത്. തിയററ്റിക്കലി പറയുന്നതേ ഉള്ളൂ. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് തിരിച്ചു ചോദിക്കാം, ഈ ലോകത്തെല്ലാവരും ഇങ്ങനെ അല്ലല്ലോ, അങ്ങനെ ആണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഈ രീതിയിലൊക്കെയാണ് നമ്മൾ മനുഷ്യർ ജീവിക്കേണ്ടതെന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് എങ്ങനെ നമുക്കിത് ഡെവലപ്പ് ചെയ്യാം.
നല്ല വാല്യൂസും ഇൻറ്റഗ്രിറ്റിയും മോറൽസും ഒക്കെ നമുക്ക് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം ഒരു നല്ല മനുഷ്യനായിട്ട് മാറാൻ. നമ്മൾ പ്രധാനമായിട്ടും എന്തൊക്കെ ചെയ്യണമെന്ന് വെച്ചാൽ ഗ്രാറ്റിറ്റ്യൂഡ്, അതായത് നമുക്ക് ചുറ്റുമുള്ള ആൾക്കാരോട് ദയാശീലനാവുക, ആരോടും കയറി ദേഷ്യപ്പെടരുത്, എന്തെങ്കിലും ചെറിയ തെറ്റാണെങ്കിൽ ക്ഷമിക്കുക, അങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കുക. ബി എംപതെറ്റിക്, നല്ലൊരു വാക്കാണ് കേട്ടോ. ഈ എംപതിയും സിമ്പതിയും വേറെയാണ്. എംപതി, സിമ്പതി, സത്യത്തിൽ ജീവിതത്തിൽ വേണ്ടത് എമ്പതിയാണ്. ഇതെന്താ വ്യത്യാസം എന്ന് അറിയോ? ഈ സിമ്പതി എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് നിൻ്റെ കാര്യത്തിൽ വിഷമം ഉണ്ടളിയാ എന്ന് പറയുന്ന കണക്കാ, എടാ എനിക്കും വിഷമം ഉണ്ടാ, നിനക്ക് ഇങ്ങനെ പറ്റിപ്പോയല്ലോ എന്ന് പറയുന്ന സിമ്പതിയാണ്, നമുക്കും വിഷമം ഉണ്ടെന്ന് പറയുന്നു. പക്ഷേ എമ്പതി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളാണ് അവൻ്റെ സ്ഥാനത്തെങ്കിൽ എന്തുമാത്രം പ്രശ്നം ഉണ്ടാവുമെന്ന് മനസ്സിലാക്കി അതിനൊരു സൊല്യൂഷൻ കൂടെ കണ്ടെത്തി കൊടുക്കുന്ന കണക്കാണ്. ഇപ്പോൾ എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സിമ്പിൾ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ ഒരാൾ ചോറ് കൊണ്ട് വന്നില്ല, ഉച്ചയ്ക്ക് ഒരാൾ ചോറ് കൊണ്ട് വന്നില്ല, കുട്ടി ചോറ് കൊണ്ട് വന്നില്ല. അപ്പോൾ നമ്മൾ അവനോട് പറയുവാണ്, എടാ എനിക്ക് നല്ല വിഷമമുണ്ട് കേട്ടോ, നല്ല വിശപ്പുണ്ടല്ലേ, ഞാൻ നിൻ്റെ വിഷമത്തിൽ പങ്കുചേരുന്നു. അത് സിമ്പതിയാണ്, എനിക്ക് നിന്നോട് സിമ്പതി ഉണ്ടോടാ, അയ്യോ വിശപ്പുണ്ടല്ലേ. എമ്പതി എന്ന് പറഞ്ഞാൽ ഞാനാണ് ചോറ് കൊണ്ടുവരാതിരിക്കുന്നതെങ്കിൽ എനിക്ക് എന്തുമാത്രം വിശപ്പുണ്ടാവും, അങ്ങനെ വിശന്നിരുന്നാൽ ഉച്ച കഴിഞ്ഞുള്ള അവരൊന്നും എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, ബുദ്ധിമുട്ടാവുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവൻ്റെ വിശപ്പ് മാറ്റാനായിട്ട് എൻ്റെ ചോറ് ഷെയർ ചെയ്ത് കൊടുക്കുന്നു. അത് എമ്പതിയാണ്, മനസ്സിലാവും. അപ്പോൾ എമ്പതിയാണ് സത്യത്തിൽ ജീവിതത്തിൽ വേണ്ടത്, അല്ല സിമ്പതി കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ സിനിമയിലും പറയും നിൻ്റെ സിമ്പതി ഒന്നും എനിക്ക് വേണ്ട. ഈ ഡയലോഗ് നിങ്ങൾ പലപ്പോഴും നിങ്ങളും പറഞ്ഞു കാണും, അയ്യോ ഇയാളുടെ സിമ്പതി ഒന്നും എനിക്ക് വേണ്ടടേ, അത് നിൻ്റെ വിഷമൊന്നും എനിക്ക് വേണ്ട. പകരം എമ്പതി, ആ ഒരു സൊല്യൂഷനും കൂടെ കണ്ടെത്തി കൊടുക്കുക. അപ്പോൾ ബി എംപതെറ്റിക്. ദെൻ അഡ്മിറ്റ് മിസ്റ്റേക്ക്, നമ്മുടെ കയ്യിലൊരു തെറ്റ് വന്നാൽ സോറി പറയുക, ഞാൻ മിസ്റ്റേക്ക് പറ്റിപ്പോയി എന്ന് സമ്മതിക്കുക, എന്നിട്ട് തിരുത്താനായിട്ട് നോക്കുക. മറ്റുള്ളവർക്ക് റോൾ മോഡൽ ആവാൻ പറ്റുമോ എന്ന് നോക്കുക. അത് ഞാനീ ചെയ്യുന്ന കാര്യം കണ്ടിട്ട് ഇതുപോലെ മറ്റുള്ളവർ കോപ്പി ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല കാര്യം. ഇങ്ങനെ പല കാര്യങ്ങളിലൂടെ നമുക്ക് നല്ല വാല്യൂ ഉള്ള മനുഷ്യനായിട്ട് മാറാൻ പറ്റും. ഇവിടെ ജസ്റ്റ് എത്തിക്സിൻ്റെ ടൈപ്സ് എന്ന് പറഞ്ഞു വെക്കാം, ഇതങ്ങോട്ട് ഒരുപാട് പഠിക്കാനുണ്ടെങ്കിലും പ്രധാനമായിട്ടും നമുക്ക് 3 ടൈപ്പ് എത്തിക്സ് ഉണ്ട്. പേഴ്സണൽ എത്തിക്സ്, ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ പാലിക്കേണ്ട എത്തിക്സ്. പ്രൊഫഷണൽ എത്തിക്സ് ഉണ്ട്, ഒരു വർക്കിൽ ഒരു ജോലിക്കാരൻ എന്ന നിലയിൽ ഞാൻ പാലിക്കേണ്ട എത്തിക്സ്. ഇതൊന്നുമല്ലാതെ നേച്ചർ അല്ലെങ്കിൽ ആനിമൽസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് എൻവയോൺമെൻറ്റൽ എത്തിക്സ് ഉണ്ട്. നമ്മൾ വേസ്റ്റ് വലിച്ചെറിയാൻ പാടില്ല, പ്ലാസ്റ്റിക് അലക്ഷ്യമായിട്ട് ഇടരുത്, നേച്ചർ പ്രൊട്ടക്റ്റ് ചെയ്യണം. ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഈ സന്ധ്യ സമയത്ത് നമ്മൾ അധികം ഇലക്ട്രിസിറ്റി കൺസ്യൂം ചെയ്യുന്ന ഉപകരണങ്ങൾ, എക്യുപ്മെൻറ്റ്സ് പ്രവർത്തിപ്പിക്കരുതെന്ന് ഗവൺമെൻറ് പറയും. ഇപ്പം മിക്സി ഉപയോഗിക്കാൻ പാടില്ല. മിക്സി ഉപയോഗിച്ചു എന്ന് കരുതി നമുക്കെതിരെ കേസാവത്തിയൊന്നുമില്ല. അതൊരു എൻവയോൺമെൻറ്റൽ എത്തിക്സിൻ്റെ ഭാഗമാണ്. പണ്ട് മോഹൻലാലൊക്കെ ആയിരുന്നു ആ പരസ്യം പറയാൻ വരുന്നത്. ഇപ്പോൾ വൈകുന്നേരം 5 മണി മുതൽ ഒരു 8 മണി വരെ നിങ്ങൾ ഹെവി ആയിട്ടുള്ള ഈ വാട്ടർ മോട്ടർ, ദെൻ മിക്സി, അല്ലെങ്കിൽ പറ്റുമെങ്കിൽ ഫ്രിഡ്ജ് ഓഫ് ചെയ്തിടുക, അല്ലെങ്കിൽ ഇൻഡക്ഷൻ കുക്കർ, ഇത് കഴിവതും ഈ സമയത്തൊന്ന് ഓഫ് ചെയ്തിട്ടേക്കുക. കാര്യം ഭയങ്കരമായിട്ട് ലോഡ് എടുക്കും. നമ്മളിപ്പോൾ ഇത് പ്രവർത്തിപ്പിച്ചാൽ നമുക്ക് ഇലക്ട്രിസിറ്റി ബിൽ അടച്ചാൽ പോരെ, നമുക്കെതിരെ കേസൊന്നും വരത്തില്ല. പക്ഷേ അതൊരു എൻവയോൺമെൻറ്റൽ എത്തിക്സിനെതിരാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് ഇങ്ങനെ ബില്ലടച്ചാൽ ഉടനെ കിട്ടുന്നൊരു സാധനം ആവണമെന്നില്ല. ചിലപ്പോൾ ഇലക്ട്രിസിറ്റിയുടെ കൺസംഷനൊക്കെ കുറയും. അപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടിയും കൂടെ ഇലക്ട്രിസിറ്റി ഒന്ന് കരുതി വെക്കാനായിട്ട് നമുക്കൊന്ന് കൈകോർക്കാം. ഇതിങ്ങനെ മോഹൻലാലിൻ്റെ പണ്ടത്തെ ഒരു പരസ്യം ഉണ്ടായിരുന്നു. നമ്മളവിടെ മിക്സി ഇട്ടാൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല, പക്ഷേ അത് എൻവയോൺമെൻറ്റൽ എത്തിക്സിനെതിരാണ്. നമ്മൾ മറ്റുള്ളവരെയും കൂടെ കൺസിഡർ ചെയ്ത് ജീവിക്കാൻ പഠിക്കുക. അതാണ് ഈ എൻവയോൺമെൻറ്റൽ എത്തിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, മറ്റൊന്ന് മോറൽസും എത്തിക്സും തമ്മിലുള്ള വ്യത്യാസം. മോറൽസ് ഞാൻ ഓൾറെഡി പറഞ്ഞു, വാട്ട് ഈസ് റൈറ്റ് ആൻഡ് വാട്ട് ഈസ് റോങ് ആണ്. പക്ഷേ എത്തിക്സ് അങ്ങനെയല്ല. എത്തിക്സ് എന്ന് പറഞ്ഞാൽ റൂൾസ് ആൻഡ് ഗൈഡ് ലൈൻസ് ഉണ്ട്. മോറൽസിനെക്കാളും കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആണ് എത്തിക്സ് എന്ന് പറയുന്നത്. നമ്മൾ എത്തിക്സ് പാലിച്ചില്ലെങ്കിൽ ചിലപ്പോൾ പണി കിട്ടും. അപ്പോൾ മോറൽസ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടൊന്നുമില്ല. ഇപ്പം ഞാൻ ഒരാളോട് കള്ളം പറയുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. ഞാൻ കള്ളം പറയുന്ന ആളാണ്, ഞാൻ അവനോട് കള്ളം പറഞ്ഞു, അതുകൊണ്ട് ചിലപ്പോൾ എനിക്കെതിരെ കേസ് ഉണ്ടാവണമെന്നില്ല. പക്ഷേ ചിലപ്പോൾ ഈ എത്തിക്സ് പാലിച്ചില്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് പണി കിട്ടും. അപ്പോൾ എത്തിക്സ് ആണ് കുറച്ചുകൂടി വൈഡ് സ്കോപ്പ് ഉള്ളത്. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് റൈറ്റ് ആൻഡ് വാട്ട് ഈസ് റോങ് എന്ന് എടുക്കുന്നതാണ് ഈ മോറൽസ്. എത്തിക്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തന്നെ എഴുതുക, ഫോർമൽ റൂൾസ് ഓർ ഗൈഡ് ലൈൻസ് ആണ്. ഓക്കെ, മറ്റൊന്ന് ഇൻറ്റഗ്രിറ്റിയും ഹോണസ്റ്റിയും ഒന്നാണോ? ഇൻറ്റഗ്രിറ്റി ആർജവവും സത്യസന്ധതയും. ഹോണസ്റ്റി എന്ന് പറയുന്നത് ഇൻറ്റഗ്രിറ്റിയുടെ ഭാഗമാണ്. ഇൻറ്റഗ്രിറ്റി എന്ന് പറഞ്ഞാൽ വലിയൊരു കോൺസെപ്റ്റാണ്. അത് ഹോണസ്റ്റി മാത്രമല്ല, സത്യസന്ധനാവുക എന്നത് മാത്രമല്ല, നമുക്ക് ആ പ്രവൃത്തി ചെയ്യാനും കൂടെ പറ്റണം. ഇപ്പോൾ എന്നോടിപ്പോൾ ഗവൺമെൻറ് സർവീസിലിരിക്കുന്ന ഒരാൾ, ഇപ്പോൾ ഒരു ഇടയ്ക്ക് ഒരു സംഭവമൊക്കെ നടന്നതാണ്. പുള്ളി സർക്കാരിനെതിരെ പറഞ്ഞെന്നല്ല, എന്ത് തന്നെ സംഭവിച്ചാലും ഞാൻ എൻ്റെ ഇൻറ്റഗ്രിറ്റി വിട്ട് കളിക്കത്തില്ല. ഞാൻ ഒരു വക്കീലാണ്, ഞാൻ ഒരു ഡോക്ടറാണ്, അല്ലെങ്കിൽ ഞാനൊരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണ്. ഞാനിപ്പോൾ നിങ്ങൾ ഇനി എന്തൊക്കെ പ്രലോഭനം ചെയ്താലും ഞാൻ തെറ്റ് ചെയ്യില്ല, ഞാൻ മോശമായിട്ട് റിപ്പോർട്ട് എഴുതില്ല, ഞാൻ കള്ളക്കണക്കിൽ ഒപ്പിടത്തില്ല എന്നൊക്കെ പറഞ്ഞാൽ അതൊരു ഇൻറ്റഗ്രിറ്റിയുടെ ഭാഗമാണ്. ആർജവം. നിങ്ങൾ ഇനി തല്ലിക്കൊന്നാലും ശരിയെന്ന, നിങ്ങൾ എന്തൊക്കെ തന്നെന്ന് പറഞ്ഞാലും ശരിയെന്ന, ഞാൻ എൻ്റെ പ്രൊഫഷണൽ ഇൻറ്റഗ്രിറ്റി വിട്ട് കളിക്കില്ല എന്ന് കേട്ടിട്ടില്ലേ? അപ്പോൾ ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്നത് ഓണസ്റ്റി മാത്രമല്ല, അത് ആക്ഷനും കൂടെ ആണ്. സത്യസന്ധനാവുകയും വേണം, ആ ആക്ഷനും കൂടെ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പ്രധാനമായിട്ട് ഈ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത്.
ചുമ്മാ കഥ പോലെ കേട്ടാൽ മതി. ഇതൊക്കെ നമുക്കുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ തന്നെ പരിശോധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഒന്നാമത്തെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനുണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട ക്വാളിറ്റീസാണ്. ഗുഡ് മൊറൽ ഉണ്ടാവണം, വാല്യൂസ് ഉണ്ടാവണം, എത്തിക്കലായിരിക്കണം, ഇൻറ്റഗ്രിറ്റി ഉണ്ടാവണം, എസ്പെഷ്യലി അക്കാഡമിക് ഇൻറ്റഗ്രിറ്റി എന്ന് പറഞ്ഞാൽ പരീക്ഷയ്ക്ക് കോപ്പി അടിക്കാൻ പോകരുത്. ടീച്ചർ നോക്കിയാലും ഇല്ലെങ്കിലും അവിടാണ് പ്രശ്നം. ടീച്ചർ ഇങ്ങനെ നിങ്ങളെ നോക്കിക്കൊണ്ട് നിൽക്കുവാണ്, ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. അപ്പം നിങ്ങൾ കോപ്പി അടിക്കുന്നില്ല. ടീച്ചർ ഭയങ്കര സ്ട്രിക്റ്റ് ആയതുകൊണ്ട് കോപ്പി അടിക്കുന്നില്ല എന്നതല്ല ഇൻറ്റഗ്രിറ്റി. ആ ക്ലാസ്സിൽ ടീച്ചർ ഇല്ലെങ്കിലും നിങ്ങൾ കോപ്പി അടിക്കാൻ പാടില്ല. അതാണ് ഇൻറ്റഗ്രിറ്റി. ഒരാൾ നമ്മളെ നോക്കുന്നുണ്ടെങ്കിലും നോക്കുന്നില്ലെങ്കിലും, പബ്ലിക് ആയാലും പ്രൈവറ്റ് ആണെങ്കിലും നിങ്ങളൊരു കാര്യം ചെയ്യാൻ പോകരുത്. അല്ലെങ്കിൽ നിങ്ങളെ ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ? ടീച്ചർ സ്ട്രിക്റ്റായിട്ട് നിൽക്കുന്നത് കൊണ്ട് ഞാൻ കോപ്പി അടിച്ചില്ല, എനിക്ക് ഇൻറ്റഗ്രിറ്റി ഉണ്ട് എന്ന് പറയരുത്. നിങ്ങളുടെ മെൻറ്റാലിറ്റി എന്ന് പറഞ്ഞാൽ ടീച്ചർ ഒന്ന് അങ്ങോട്ട് തിരിഞ്ഞിരുന്നെങ്കിൽ, ടീച്ചറിന് ചായയും കൊണ്ട് ആരും വരുന്നില്ലല്ലോ, ഒന്ന് പുറത്തോട്ട് പോയിരുന്നെങ്കിൽ, അപ്പം നിങ്ങൾ കോപ്പി അടിച്ചാൽ നിങ്ങൾ ഇൻറ്റഗ്രിറ്റി ഇല്ലെന്നാണ്. അതാണ് ഇൻറ്റഗ്രിറ്റിയുടെ പ്രത്യേകത. ആരെന്ത് പറഞ്ഞാലും എന്ത് സംഭവിച്ചാലും ഞാൻ എൻ്റെ ഡിസിഷൻ മാറ്റില്ല. ദാറ്റ് ഈസ് കോൾഡ് ഇൻറ്റഗ്രിറ്റി. അത് അക്കാഡമിക് പർപ്പസിലേക്ക് വരുമ്പോൾ അക്കാഡമിക് ഇൻറ്റഗ്രിറ്റി ആവും. സോ ഇതാണ് ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ ഫസ്റ്റ് യൂണിറ്റ്. ഒരിക്കൽ കൂടെ പറയുന്നു, ഈ കംപ്ലീറ്റ് ടെക്സ്റ്റും ഈ സബ്ജക്റ്റിൻ്റെ ഫുൾ ടെക്സ്റ്റായിട്ട് നമ്മുടെ PDF അവൈലബിൾ ആണ്. അതോടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അതും കൂടെ എടുത്ത് വെച്ച് വായിച്ചു നോക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കേണ്ട കാര്യമൊന്നും വരത്തില്ല.